നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമ എന്താ ഇവിടെ ഉണ്ടായേ? രോഹിത് കുടിച്ചു വന്നപ്പോ വിഷ്ണുവേട്ടൻ ചോദിച്ചു, അത് വലിയ പ്രശ്നമായി. എടാ മക്കളെ, നിങ്ങൾക്ക് ഇത് എന്താടാ പറ്റിയത്? ഇന്ന് വരെ ഉണ്ടാകാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ഈശ്വര, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാണല്ലോ. ഇതെനിക്ക് നല്ല പരിചയമുള്ള കാറാണല്ലോ. ഇത് ചന്ദ്രബോസിന്റെ കാറല്ലേ? ഇതെന്താ ഈ സമയത്ത് ഇവിടെ? ഓക്കെ സർ, അപ്പൊ കാണാം. ശരി എന്നാ. ഇവനെന്താ ഇങ്ങനെ ആടി വരുന്നേ? ഇവനെന്ന് ഈ ശീലമൊക്കെ തുടങ്ങിയേ? സർ, ഗുളിക. സാറേ, റൂമിലേക്ക് പോവാ. എടോ, കുറച്ചേരം ഇവിടെ ഇരിക്കട്ടോ. അച്ഛൻ കിടക്കുന്നില്ലേ? മോളെ, രോഹിത് വന്നില്ലേ? രോഹിത് വന്നോളും. ഈയിടെയായി വരവൊക്കെ കുറച്ച് ലേറ്റാ. എന്താടാ? ഏയ്, ഒന്നുമില്ല. രോഹിത് അവിടെ വന്നേ. എന്താ? നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടാകും വിഷ്ണുവേട്ടാ, ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക്. എടാ, നിന്നോട് ചോദിച്ചു, നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. നിക്ക. എടാ, നീ എന്നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയേ? എന്ന് ഇങ്ങനെയൊക്കെ പോയാ മതി ബ്രോ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ചന്ദ്രബോസാണോ നിന്നെ കാറി കൊണ്ടുവിട്ടെ?
ആണെങ്കില് രോഹിത്തെ ഡേയ്, നീ മിണ്ടരുത്. ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ആയിക്കോളാം. ചന്ദ്രബോസ് ആണ് കൊണ്ടുവിട്ടെങ്കിൽ ഇപ്പൊ എന്താ? CBI വല്ലുന്ന ചോദ്യങ്ങളോടാണല്ലോ വരവൊക്കെ. എന്താ ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ? നിന്റെ പെരുമാറ്റത്തിലെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ നിങ്ങളുമല്ല പ്രശ്നം? നിന്റെ ഭാര്യ രാത്രി നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിന്ന് എണീറ്റ് പോകുന്നു. നീ പപ്പിമോളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഇത് എന്താ പ്രശ്നമെന്ന് പറ. എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ മറ്റുള്ളവരോട് പറയണമെന്നുണ്ടോ? ഇല്ല. രോഹിത്തെ എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? ആരോടാ പറയുന്നെന്ന് വല്ല ബോധം? നിന്നോട് പറഞ്ഞ മാറിക്കാൻ. ഇവളെ ബോധമില്ലാലും അമ്മ നിൽക്കുന്നേ. പിന്നെ അവനോട് എന്തർത്ഥത്തിലാ ബോധോടൊപ്പം ചോദിക്കുന്നേ? അച്ഛാ, ക്ഷമിക്കണം. അച്ഛൻ്റെ ഈ മകനോട് 1-2 വർത്തമാനം എനിക്കൊന്ന് പറയണം. എന്നെയും മകനായിട്ട് അംഗീകരിച്ച സ്ഥിതിക്ക് ഒരനുവാദം ചോദിക്കേണ്ടത് എന്റെ കടമയാണ്. തരേണ്ടത് അച്ഛന്റെ കടമയാണ്. നീ ഇപ്പൊ പോയി കിടക്ക്. പോ, നാളെ സംസാരിക്കാം. ഹേയ്, ഇപ്പൊ ചോദിച്ചതിന്റെ മറുപടി ഇപ്പൊ തന്നെ കൊടുക്കണം. ഇല്ലെങ്കിലേ രാത്രി എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല. എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ തീർത്തോളാം. ബ്രോ ആദ്യം ബ്രോയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്ക്. 100,000 പ്രശ്നങ്ങൾ കിടന്ന് നട്ടം തിരിയുന്നവനാ എന്റെ കൊച്ചു പ്രശ്നത്തിൽ വന്ന് തലയിടുന്നത്. 2 കാലിലും മന്ത് വെച്ചോണ്ട് ഒറ്റക്കാലിൽ മന്തുള്ള എന്നെ കുറ്റം പറയാൻ വരരുത്. നീ പറഞ്ഞങ്ങ് കേറല്ലേ? ഞാൻ നിന്റെ ആരാ നിനക്കറിയോ? ഇവിടുത്തെ സ്ഥാനവും നിനക്കറിയാം. എന്ത് സ്ഥാനം? ഒരു സ്ഥാനവും ഇല്ല. അത് മാത്രമല്ല, സത്യാമ്മയ്ക്ക് ബ്രോയേക്കാളും വിശ്വാസം എന്നെ തന്നെയാ. അതുകൊണ്ടാണല്ലോ സത്യാമ്മ എന്റെ പേര് ബിസിനസ് ചെയ്യുന്നതും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും. അപ്പൊ പിന്നെ ബ്രോയേക്കാളും സ്ഥാനം എനിക്കല്ലേ? അത് തന്നെ. എന്താ എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും? എന്താടാ? എന്താ രാഘവേട്ട ഇവിടെ? എന്താ ആർക്കും മിണ്ടാട്ടം ഇല്ലേ? ശ്യാമ എന്താ ഇവിടെ ഉണ്ടായേ? രോഹിത്ത് കുടിച്ചു വന്നപ്പോ വിഷ്ണുവേട്ടൻ ചോദിച്ചു. അത് വലിയ പ്രശ്നമായി. എടാ മക്കളെ, നിങ്ങൾക്കിത് എന്താടാ പറ്റിയത്? ഇന്ന് വരെ ഉണ്ടാകാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.